Christ in you, Christ in you, Christ in you. Oh, 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 oh. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞു നാമൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല വാഴത്തീടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഹലോ, ഹായ്, വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. മഗ്ദലന മറിയം ശവകുടീരത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ ക്രിസ്തു അവൾക്ക് ആദ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ കരുതിയിരുന്നത് അത് ഒരു തോട്ടക്കാരനാണെന്നാണ്. മഗ്ദലന മറിയത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ ഗുരുവിനെ എനിക്ക് തരിക, നീ എവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പോയി എടുത്തുകൊള്ളാം. അത്രമാത്രം സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു മഗ്ദലന മറിയം. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ ഉദാഹരണമായിട്ട് സുവിശേഷത്തിൽ മഗ്ദലന മറിയം ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായ ഒരു പറ്റം യുവജനങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം ക്രൈസ്റ്റ് ഇൻ യൂത്തിലുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം അബൈഡ് യൂത്ത് മിനിസ്ട്രി ടീം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. Christ in youth. കൃപയെന്നല്ലാതെ എന്നാ പറയാനാന്നേ, എന്താ പറയാ, എന്നാ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാന്നേ. യേശുവിനെ കണ്ടു, തന്റെ ചങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്നെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഒരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. എന്താ പറയാ, എന്താ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാന്നേ, എന്താ പറയാ, എന്താ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാന്നേ. Christ in youth. കാരുണ്യവാനായ കർത്താവേ, ആശ്വാസദായക, ആത്മാവിൻ്റെ മധുരമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. യേശുവേ, ഇന്നേ നേരം ഇവിടെ ആയിരിക്കാൻ സഹായിച്ചതിന് കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ മഹത്വപ്പെടുത്താനായി ഈ കൂട്ടായ്മയെ ഒന്നിച്ച് കൂട്ടിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ.
അങ്ങയുടെ വചനം ശ്രവിക്കുന്നതിനായി ഞങ്ങളുടെ ഹൃദയം അങ്ങൊരുക്കണമേ. നൂറ്റിമൂന്നാം സങ്കീർത്തനം 8 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിക്കാൻ ഞങ്ങളുടെ ഹൃദയം അങ്ങ് ഒരുക്കിയതിനോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വചനം നമുക്ക് ഒരു നിമിഷം ഹൃദയത്തിൽ ധ്യാനിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സ്വജീവൻ തന്ന് ഞങ്ങളെ രക്ഷിച്ചുവല്ലോ. എല്ലാത്തിനുപരിയായി അങ്ങേ ആരാധിക്കാൻ വേണ്ടി ഞങ്ങളെ ഒരുക്കിയ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ എല്ലാ യുവജനങ്ങളെയും അങ്ങൊരുക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ അവരുടെ മേൽ ഒഴുക്കണമേ കർത്താവേ. അവർ ചെയ്ത പാപങ്ങളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ. യേശുവേ, സ്നേഹവാനായ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. കരുണാമയ കനിയേണമേ, സ്നേഹപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങൾ കരുണയായിരിക്കണമേ. യേശുവേ, അങ്ങയെ ആരാധിക്കാനും അങ്ങയുടെ കൂടെ ആയിരുന്നുകൊണ്ട് ദൈവരാജ്യം മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ എല്ലാ യുവതി യുവാക്കന്മാരെയും അങ്ങൊരുക്കണമേ. നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരുന്നതിന് കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ദൈവമേ, അങ്ങേക്കൊത്ത് നടന്നുകൊണ്ട് യേശുവെ, അങ്ങയുടെ വചനം ലോകം മൊത്തം എത്തിക്കുന്നതിന് ഞങ്ങളെ അങ്ങൊരു ഉപകരണമാക്കണമേ. നമ്മോട് കരുണ കാണിച്ച കർത്താവിൻ്റെ കരുണയോർത്ത് നമുക്ക് പാടി സ്തുതിക്കാം. ആരാധന പാടം ആരാധന, കാരുണ്യത്തിൻ കർത്താവേ ആരാധന. ആരാധന പാടം ആരാധന,
ക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ ക്രിസ്തു നമ്മളെ വഴി നടത്തുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും. അത് അവിടുത്തെ സ്നേഹവും കരുണയും നമ്മൾ അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണ്. അത്തരം നിമിഷങ്ങളെ ജീവിതത്തിൽ സ്വായത്തമാക്കിയ യൂത്ത് ഐക്കണുകളാണ് ക്രൈസ്റ്റ് ഇൻ യൂത്തിലൂടെ പരിചയപ്പെടുത്തുക. ഇന്ന് നമ്മോടൊപ്പം ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ സന്തോഷവും സ്നേഹവും പങ്കുവയ്ക്കുവാൻ ഒപ്പമുള്ളത് സ്നേഹയാണ്. സ്വാഗതം ചെയ്യാം സ്നേഹ. എൻ്റെ പേര് സ്നേഹ. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ 2014 ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലേക്ക് ആദ്യമായി വരുന്നത്. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് ആദ്യമായി ധ്യാനകേന്ദ്രത്തിൽ വരുന്നത്. അത് ആന്തരിക സൗഖ്യ ധ്യാനത്തിനാണ് വരുന്നത്. ആന്തരിക സൗഖ്യ ധ്യാനത്തിന് പങ്കെടുക്കുന്നതിന് മുമ്പേ എനിക്ക് തൊണ്ടയൊക്കെ നല്ലതുപോലെ പഴുക്കുമായിരുന്നു. പഴുത്ത് എനിക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കാതെ എനിക്ക് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയായിരുന്നു. ടോൺസിലൈറ്റിസിൻ്റെ ഏറ്റവും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞൊരവസ്ഥ. എനിക്ക് ആ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം എനിക്കതിനോട് പൂർണ്ണ സൗഖ്യം കിട്ടി. ആ പൂർണ്ണ സൗഖ്യത്തിലാണ് എനിക്കിങ്ങനെ പാടാനും ഈശോയെ സ്തുതിക്കാനുമുള്ള അനുഗ്രഹം ദൈവം തന്നത്. എനിക്ക് ആ സുഖമെടുത്ത് മാറ്റിയത് മാത്രമല്ല, എന്നെ കർത്താവ് അനുഗ്രഹിക്കാനും കൂടി കരമുയർത്തി. അതിനുശേഷം 2017 ഞങ്ങൾ ഓരോ വർഷവും മാതാപിതാക്കൾക്കൊപ്പം ധ്യാനം കൂടാൻ പോകുമായിരുന്നു. പക്ഷേ 2017 ഞാൻ ആദ്യമായി എബായിഡ് ധ്യാനം കൂടി. ഞാൻ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയത് അന്നേരമാണ്. ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്ത സമയത്ത് തന്നെ എൻ്റെ പപ്പയ്ക്ക് നല്ല മദ്യപാനവും പുകവലിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, സ്വന്തമായി ഭവനമില്ലായിരുന്നു. പപ്പ അതെല്ലാം അതിലൂടെ ഉപേക്ഷിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പിറ്റേ വർഷം ഒരു വീട് തമ്പുരാൻ തന്നു. ഞങ്ങൾക്ക് സ്വന്തമായി കയറി കിടക്കാൻ ഒരു ഭവനം നൽകിയതിന് ദൈവത്തിന് ആദ്യം നന്ദി പറഞ്ഞു. പിന്നീട് ആവശ്യം ഒരു ജോലി സ്ഥാപനമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത വർഷവും തമ്പുരാന് നമ്മുടെ കൃതജ്ഞതയും കൃപയും നൽകിയതിനൊപ്പം തമ്പുരാൻ മാർക്കറ്റിൽ, അതായത് കൊല്ലം മാർക്കറ്റിൽ നടു സെൻറ്ററിൽ തന്നെ നമുക്കൊരു ജോലി സ്ഥാപനം തന്നു. അങ്ങനെ ഞങ്ങളുടെ പഠനത്തോടൊപ്പം ഞാനും എൻ്റെ അനിയത്തിയും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി എടുത്തു, BEd എടുത്തു, MSc എടുത്തു. അങ്ങനെ ഓരോ സ്റ്റേജിലും തമ്പുരാൻ്റെ കൃപ വാരിക്കോരി ചൊരിഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ ഹൈസ്കൂൾ അധ്യാപികയായിട്ട് മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു കൊല്ലത്ത്. ഒപ്പം എൻ്റെ വിവാഹവും കഴിഞ്ഞു. തമ്പുരാന് കോടിയായിരം നന്ദി. ഇന്ന് ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഗാന ശുശ്രൂഷ ചെയ്യാണ്. എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എവിടെയാണോ 2014 ഇരുന്ന് ധ്യാനം കൂടിയത്, അതേ പൊസിഷനിലാണ് ഞാൻ ഇന്നവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. ഇത്രയും വർഷത്തിന് ദൈവം തന്ന നന്മകൾക്ക് കോടിയായിരം നന്ദി മാത്രമാണ്. ഞാൻ ഓരോ വർഷവും എബായിഡ് കൂടുകയും എല്ലാം ചെയ്യുമെങ്കിലും ഈശോയെ അടുത്തറിഞ്ഞത് കഴിഞ്ഞ 2025 2025 ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. 2025 ജനുവരി തൊട്ട് ഇന്നീ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. വിശുദ്ധ കുർബാന മുടങ്ങി എനിക്കൊരു ദിവസം ഇല്ല. തമ്പുരാൻ ഒരുപാട് സങ്കടത്തിലൂടെ ജീവിതങ്ങളിലുണ്ടെങ്കിലും ഈശോയോടൊപ്പം സന്തോഷിക്കാനും ഈശോയോടൊപ്പം സ്നേഹിക്കാനും എനിക്ക് കൃപ തന്നു. ഓരോ കൃപകൾക്കും തമ്പുരാന് നന്ദി മാത്രമേ ഉള്ളൂ. പഠിത്തത്തോടൊപ്പം
എനിക്ക് പാടാനും ഒരുപാട് അനുഗ്രഹങ്ങൾ തമ്പുരാൻ തന്നു. കാസറ്റുകളിൽ പാടാനും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കെസ്ട്രേറ്റിൻ്റെ കൂടെ പാടണമെന്നൊക്കെ. കെസ്ട്രേറ്റിൻ്റെ കൂടെ ബാക്കപ്പ് വോക്കൽ ചെയ്യാനും എനിക്ക് പറ്റി. അതിനും എനിക്ക് കോടിയായിരം നന്ദിയുള്ളൂ തമ്പുരാനോട്. ദിവ്യകാരുണ്യത്തിൽ എനിക്ക് ഈശോയെ കാണാൻ സാധിച്ചു. ഈശോയോടൊപ്പം സഞ്ചരിക്കാൻ, ഈശോയോട് സംസാരിക്കാൻ സാധിച്ചു. എനിക്കങ്ങനെ കൂടുതൽ നേരമൊന്നും ഇരിക്കാൻ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം പല കാര്യങ്ങളും ഞാൻ ഈശോയോട് സംസാരിക്കുന്നത്, ഞാൻ ഈശോയോട് കത്തെഴുതിയാണ് സംസാരിക്കുന്നത്. എനിക്കങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ കഴിഞ്ഞതിൽ 1000 നന്ദി. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ എൻ്റെ കുടുംബം ചിറ്റൂർ ധ്യാനകേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞു തന്ന അനേകായിരം നന്മകൾക്കും ദൈവത്തോട് നന്ദി പറയുന്നു. Christ in you. നമുക്ക് ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കാം. സഭയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന, ദൈവത്തോട് അടുക്കാനായിട്ട് വിമുഖത കാണിക്കുന്ന, ഒരുപക്ഷെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ എവിടേക്ക് പോകണമെന്നറിയാതെ നടുക്കടലിൽപ്പെട്ടതുപോലെ നിൽക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം കരങ്ങൾ കോർത്തു പിടിക്കാം. ഈ കൂട്ടായ്മയുടെ നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈശോയെ, അങ്ങയുടെ തിരുനാമത്തിൽ ലോകമെമ്പാടുമുള്ള അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കാണണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളിലെ കുറവുകളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവുകളെ പരിഹരിക്കണമേ. ഒപ്പം ഈ കുറവുകൾ നേരിടുന്ന എല്ലാ യുവജനങ്ങളെയും, പ്രാർത്ഥനയിലൂടെ അങ്ങിലേക്ക് അടുക്കാൻ വിമുഖത കാണിക്കുന്ന വ്യക്തികളെയും, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്ന വ്യക്തികളെയും തമ്പുരാനെ അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ ഒന്നു ചേർന്ന് അവരുടെ ഹൃദയങ്ങളെ നീ ഏറ്റെടുക്കണമേ, തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ Christ in you. കരുണാമയനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുക. വിശ്വാസം അറിയുന്നതിലൂടെയാണ് ബലപ്പെടുക. നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതിനും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും ഇന്ന് നമ്മോടൊപ്പമുള്ളത് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകനും യുവജനങ്ങളുടെ പ്രേക്ഷിതനുമായ ബഹുമാനപ്പെട്ട വക്കച്ചൻ കുമ്പയിൽ അച്ഛനാണ്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി ക്രൈസ്റ്റ് ഇൻ യൂത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവര്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വളരെ സ്നേഹപൂർവ്വം പരിചിന്തനം നടത്തുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ ഇരിക്കാം. ആ കരുണയുടെ കരവലയത്തിലിരിക്കാനായിട്ട് സാധിക്കട്ടെ. സത്യത്തിൽ ഈശോയുടെ കരുണയുടെ ആ ഭാവം, ദൈവത്തിൻ്റെ കരുണയുടെ മുഴുവൻ ഭാവവും എവിടെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പുത്രനായ ഈശോ മിശിഹായുടെ പരിത്രാണ കർമ്മങ്ങളിലും രക്ഷാകര കർമ്മങ്ങളിലും ഈശോയുടെ ജീവിതത്തിലുമാണ്. അത് നേരിട്ട് അനുഭവിക്കാനും തൊട്ട് മനസ്സിലാക്കാനും ഭാഗ്യം ലഭിച്ച മക്കളാണ് നമ്മളെല്ലാവരും. അതിൽ ഈശോയ്ക്ക് നന്ദി പറയണം. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയണം. കാരണം പഴയ നിയമ ജനത പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ നമ്മൾ അനുഭവിക്കുന്നു. ഇതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്നില്ലാത്ത വിധം കർത്താവിലേക്ക് ആകൃഷ്ടരാകുന്നതും മാനസാന്തരങ്ങൾ സംഭവിക്കുന്നതും. ദൈവത്തിൻ്റെ കരുണയുടെ അത്യുച്ച നമ്മൾ അനുഭവിക്കുന്നത് ഏത് കുദാശയിലൂടെയാണ്? സത്യത്തിൽ കുമ്പസാരം. ശരിയാണ്. അതായത്
കരുണയുടെ കൂടെന്നാണ് കുമ്പസാരക്കൂടിനെ കുറിച്ച് പറയുന്നത്. അതായത് ഏത് ആഴത്തിലുള്ള പാപിയും മാനസാന്തരപ്പെട്ട് സൗഖ്യം നേടുന്ന ഒരു കരുണയുടെ കൂടാണിത്. അത് കാരുണ്യത്തിൻ്റെ കൂട്, അനുഗ്രഹത്തിൻ്റെ കൂട്. ഒരു തിരിച്ചുവരവിൻ്റെ ഓർമ്മ നമുക്ക് നൽകുന്ന ഉപമ വളരെ മനോഹരമായ, ഏറ്റവും ശക്തമായ ഉപമയായിട്ട് ഈശോ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണെന്ന് സൂചിപ്പിക്കാവോ? കരുണയുടെ ഒരു ധൂർത്തപുത്രന്റെ ഉപമയാണ്. ശരിയാണ്. അതായത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് അത് സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അത് പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണ ആ ധൂർത്തപുത്രനെ അവൻ മനസ്സായി, അവൻ ആഗ്രഹിച്ചു, എനിക്ക് പാപങ്ങൾ ഏറ്റുപറയണം, പിതാവേ അങ്ങയ്ക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് വിളിച്ചു പറഞ്ഞ് ഓടി വന്നവനെ കെട്ടിപ്പുണരുന്നു. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് അവന് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ദൈവം തമ്പുരാൻ. ഇത് കാരുണ്യത്തിൻ്റെതാണ്. ആ മുഖമാണ് ഈശോയിൽ നമ്മൾ കാണുക. ഈശോ പറഞ്ഞ ഉപമയിൽ അത് ദൈവം കാരുണ്യവാനാണ് എന്ന് നാം എങ്ങനെ അറിയുന്നു? യുവജന മതബോധന ഗ്രന്ഥം 314-ാമത്തെ ചോദ്യമാണ്. ദൈവം കാരുണ്യവാൻ. എന്നിട്ട് ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ലിഖിതങ്ങളിലെ പല ഭാഗങ്ങളിലും ഈശോ കാരുണ്യവാനാണ്, ദൈവം കാരുണ്യവാനാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉപമയാണ് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. കണ്ട, പ്രത്യേകിച്ച് കാരുണ്യവാനായ പിതാവിൻ്റെ ഉപമയിൽ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ആ പിതാവ് തൻ്റെ ധൂർത്തപുത്രനെ കണ്ടു, സ്വീകരിക്കാൻ പോവുകയും വ്യവസ്ഥയില്ലാതെ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് വലിയ കാരുണ്യത്തിൻ്റെ. നമ്മളെപ്പോഴും ഈശോയുടെ കാരുണ്യത്തിൻ്റെ രൂപം നമ്മൾ ഓർക്കും. അത് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ തിരുരക്തവും തിരുജലവും കഴുകി നമ്മളെ വിശുദ്ധീകരിക്കുന്നു. അത് നടക്കുന്ന കാര്യമാണ്. അത് അനുഭവിച്ച വ്യക്തികളാണ്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും സംശയിക്കരുതെന്നാണ് വിശുദ്ധ ബെനഡിക്റ്റ് പറയുന്നു. അതായത് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. ദൈവം കാരുണ്യം, ഓടിച്ചെന്നാൽ മതി. ചിലർ നിരാശപ്പെട്ടു പോകും, അയ്യോ പെട്ടുപോയല്ലോ. കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് വീണ് പറഞ്ഞാൽ മതി, സൗഖ്യം പ്രാപിക്കും. ആ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം സത്യത്തിൽ യുവതിയുവാക്കൾ അനുഭവിക്കണം. അവരെ എവിടെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയാണ് ഒരു ഉറവിടം കിട്ടണത്, അല്ലെങ്കിൽ ഒരു ശാന്തത കിട്ടണത്, സ്വസ്ഥത കിട്ടണത്, സൗഖ്യം കിട്ടണത്? കാരുണ്യത്തിൻ്റെ കൂടുണ്ട്. അത് ഈശോയുടെ ഇടമാണ്. അത് ഈശോ സ്ഥാപിച്ച കൂദാശ. പ്രത്യേകിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് അണയാൻ എല്ലാ യുവതിയുവാക്കൾക്കും ഓടി അണയാൻ സാധിക്കട്ടെ. സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ആരോടും പറയാനാവാത്ത ദുഃഖങ്ങളും പേറുന്നവരാ ചിലപ്പോൾ യുവതിയുവാക്കൾ. ആരോട് സൂചിപ്പിക്കും? മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, കൂട്ടുകാരോട്, വീട്ടുകാരോട് പറയാൻ പറ്റുമോ? അധ്യാപകരോട്? ഇങ്ങനെ നീറുന്ന വിഷമങ്ങളുടെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ട യുവതിയുവാക്കൾ ഓടി കുമ്പസാരക്കൂട്ടിലേക്കാണായി. കാരുണ്യത്തിൻ്റെ കരസ്പർശനമായിട്ട് ഈശോ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അതൊരു വലിയൊരു പ്രതീക്ഷയാണ്. യുവതിയുവാക്കൾ ഒരുമിച്ച് കൂടുന്ന അത്ഭുതമാണ്. യുവതിയുവാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുതമാണ്. ഒരുമിച്ച് ഈ കുമ്പസാരക്കൂടിൻ്റെ അടുത്തുനിന്ന് അത് സൗഖ്യം നേടി പുതിയ ജീവൻ പ്രാപിക്കുന്ന അനുഗ്രഹമാണ്. അതങ്ങനെ സാധിക്കട്ടെ. കാരുണ്യത്തിൻ്റെ ഈശോ, കാരുണ്യത്തിൻ്റെ നിറകുടമായ ഈശോ എല്ലാ മക്കളെയും ചേർത്ത് പിടിക്കട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുള്ളത്. ഈ യുവാക്കളെ, നിങ്ങൾ ശക്തരാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. ദുഷ്ടനെ നിങ്ങൾ ജയിക്കുകയും ചെയ്തിരിക്കും. 1 യോഹന്നാൻ 2:14 യോഗ്യതയാൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആ ബലത്തിൽ ഓടി കുമ്പസാരക്കൂടിൽ അണയണം, സൗഖ്യം നേടണം. അത് ഈശോയുടെ ഇടമാണ്, അത് കാരുണ്യത്തിൻ്റെ ഇടമാണ്. ആമേൻ. Christ in youth. ക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇന്നത്തെ ക്രൈസ്റ്റ് ഇൻ യൂത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഒരു കഥ ഓർമ്മ വരികയാണ്. സർവ്വവിധ സുഖങ്ങളോടും കൂടി ജീവിച്ച ഒരു രാജകുമാരൻ. അവന് വേണ്ടതെല്ലാം ആ രാജകൊട്ടാരത്തിൽ ഒരുക്കി വെച്ചിരുന്നു. ഈ ജീവിതത്തിൻ്റെ സുഖമെല്ലാം ഇങ്ങനെ അനുഭവിച്ച് കുറേ കഴിഞ്ഞപ്പോൾ രാജകുമാരന് മടുപ്പായി തുടങ്ങി. ഒരിക്കൽ പോലും വെളിയിലിറങ്ങിയിട്ടില്ലാത്ത, എല്ലാ സുഖങ്ങളും അനുഭവിച്ചു നടന്ന ഈ രാജകുമാരൻ ഒരു ദിവസം വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. രാജകൊട്ടാരത്തിൽ നിന്നും അയാൾ ഇറങ്ങി ഓടി രാത്രികൾ കടന്നു. അയാൾ വെയിലേറ്റ് വാടി മടുത്ത് ഒരു തണലിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ അയാൾ ചിന്തിച്ചു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് പോകാനും സാധിക്കുന്നില്ല. പല വഴിപോക്കർ അതുവഴി കടന്നുപോയപ്പോൾ ഇയാൾ വെയിലേറ്റ് വാടിയിരിക്കുന്നത് കൊണ്ട്, കറുത്ത് കരിവാളിച്ച് പോയതുകൊണ്ട്
രാജകുമാരനെ പെട്ടെന്ന് മനസ്സിലാക്കിയില്ല. വഴിയിൽ കണ്ട ഒരാളോട് രാജകുമാരൻ തടഞ്ഞു നിർത്തി ചോദിച്ചു, രാജകൊട്ടാരത്തിലേക്കുള്ള വഴി എങ്ങനെയാണ്? അയാൾ പറഞ്ഞു, താൻ ആരാണ്? ഈ നാട്ടിൽ വന്ന് രാജകൊട്ടാരം അറിയാതെ പോകുന്ന ഏക വ്യക്തി താൻ ആരായിരിക്കും? രാജകുമാരൻ പറഞ്ഞു, ഞാൻ രാജകുമാരനാണ്. അയാൾ സംഭവിച്ച കാര്യമെല്ലാം ഈ വഴിപോക്കനോട് പറഞ്ഞു. വഴിപോക്കൻ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: കുമാര, അങ്ങ് എന്തിനാണ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നത്? നീ ഒന്ന് തിരിഞ്ഞു നിന്നാൽ മതി. ഇപ്പോൾ തന്നെ രാജാവ് തൻ്റെ സേവകരെ നിന്നെ അന്വേഷിച്ച് അയച്ചിട്ടുണ്ടാകും. നീ വെറുതെ ഒന്ന് തിരിഞ്ഞു നിന്നാൽ മാത്രം മതി. ഓരോ കുമ്പസാരക്കൂടും ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ നമ്മോട് പറയുന്ന ഇടമാണ്. നമ്മൾ ഒന്ന് തിരിഞ്ഞു നിന്നാൽ മാത്രം മതി. ഓടി വന്ന് നമ്മെ ആശ്ലേഷിക്കുന്ന പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ കരുണ. ഇന്ന് ക്രൈസ്റ്റ് ഇൻ യൂത്ത് സൈൻ ഓഫ് ചെയ്യുമ്പോൾ, ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ, നമുക്കും ഈ ഒരു കരുണയുടെ കൂദാശയെ സമീപിച്ച് വിശുദ്ധിയോടുകൂടി ആയിരിക്കാം. ടിൽ ദെൻ, ബൈ. ക്രൈസ്റ്റ് ഇൻ യൂത്ത്.